പ്രിയങ്കുകലികാശ്യാമം രൂപേണ പ്രതിമം ബുധം സൗമ്യം സൗമ്യഗുണോപേതം തം ബുധം പ്രണമാമ്യഹം. ഞാനിവിടെ ബുധനെ നമസ്കരിക്കും. ശ്ലോകത്തിൻ്റെ അന്തസ്സാരം ശ്ലോകം അതാണ്, ആശയം. ബാക്കി ബുധൻ്റെ വിശേഷണങ്ങളാണ്. പ്രിയമുള്ള പ്രേക്ഷകരെ, ബുധൻ ഇടവൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. 2026 മെയ് 15 കാലത്ത് 12:30 ബുധൻ ഇടവൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു. നാം പ്രത്യേകിച്ച് ഓരോ ഗ്രഹങ്ങളെയും ചാരവശാലുള്ള മാറ്റങ്ങൾ പറയാറുണ്ട്. കാരണം ചാരവശാൽ ഓരോ ഗ്രഹത്തിനും ഓരോ ധർമ്മമുണ്ട്. വചനം ജ്ഞാനം ഇന്തോഹോ തനുജഹ. ചന്ദ്രപുത്രനായ ബുധൻ വചനം വാക്കാണ്, ജ്ഞാനം അറിവാണ്. അതിന് പുറമെ ലോകത്തിലെ എല്ലാ മേഖലകളും പെട്ടെന്ന് ഫലം കിട്ടുന്ന, പെട്ടെന്ന് ഫലം തരുന്ന ഗ്രഹമാണ് ബുധൻ. ഏത് ഗ്രഹങ്ങൾക്കും ഓരോ സമയത്ത് ഫലമാണ്. പക്ഷെ ബുധനെ കൊണ്ട് പറയുമ്പോൾ ബുധ ഫലദസ്തു സർവദാ, ഏത് സമയത്തും ബുധൻ ഫലം ചെയ്യും. പലപ്പോഴും സൂര്യനോടുകൂടെ ബുധൻ നിൽക്കുന്നു, അത് നിപുണയോഗമാണ്. അവിടെയൊക്കെ ബുധന് പെട്ടെന്ന് മൗഢ്യം കൊടുക്കും. എങ്കിലും ഏകരാശിയിൽ സൂര്യൻ ബുധന് നിൽക്കുകയാണെങ്കിൽ ആ മൗഢ്യത്തിന് വളരെ പ്രസക്തിയില്ല. 2 രാശികളായി ബുധൻ മൗഢ്യത്തോടുകൂടെ നിൽക്കുമ്പോൾ അതിന് പ്രസക്തിയുണ്ട്, ബുദ്ധിമുട്ടുണ്ടാകും. പലപ്പോഴും പറയാറുണ്ട്, മറഞ്ഞ ബുധൻ നിറഞ്ഞ വിദ്യയെ പ്രദാനം ചെയ്യുമെന്ന്. ലോകത്തിലെ എല്ലാവിധ ഗാംബ്ലിംഗ് പ്ലാനറ്റുമാണ് ബുധൻ. ലോട്ടറിയായിട്ട് ബന്ധപ്പെടുന്ന വ്യാപാരങ്ങളായാലും, പ്രിൻറ്റിംഗ് ടെക്നോളജി ആയാലും, ഇന്നത്തെ AI ടെക്നോളജി ആയാലും, ഈവൻ ജ്യോതിഷവുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലായാലും ബുധൻ നല്ല സ്ഥാനത്താണെങ്കിൽ നല്ല ബുദ്ധി, നല്ല വിഷയത്തിലുള്ള അവഗാഹം ബുധനുണ്ടാക്കും. പാണ്ഡിത്യം, സുവചനം, കലാസു നിപുണതാം, അറിവ്, കലകളിലുള്ള താല്പര്യം, ഫോട്ടോഗ്രാഫിയുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിലൊക്കെ തന്നെ ബുധൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ കൂടുതലാണ്. ആ ബുധൻ വ്യാഴത്തോടുകൂടി വന്നാൽ അയാൾ സംഗീതവും നൃത്തവും ഇഷ്ടപ്പെടും. ആ ബുധൻ ശുക്രനോടുകൂടി വന്നാൽ അയാൾ വലിയ അറിവും പണ്ഡിതനും ലീഡർഷിപ്പും ഉണ്ടാക്കും. ആ ബുധൻ ചൊവ്വയോടുകൂടി വന്നാൽ വലിയ വ്യാപാരിയാകും. ആ ബുധൻ ശനിയോടുകൂടി വന്നാൽ അയാൾ നിഗൂഢശാസ്ത്രങ്ങളിൽ വലിയ ജ്ഞാനമുണ്ടാക്കും. ഇപ്രകാരം ബുധൻ ഓരോ ഗ്രഹത്തിനോടുകൂടെ നിൽക്കുമ്പോഴും നല്ല ഫലത്തെ പ്രദാനം ചെയ്യുന്നു. ഏതായാലും ബുധൻ്റെ രാശിവശാലുള്ള മെയ് 15 മുതലുള്ള 15 ദിവസത്തേക്കുള്ള മാറ്റമാണ്. മെയ് 31 ബുധൻ തിരിച്ച് മിഥുനത്തിലേക്ക് പോകും, സ്വന്തം ക്ഷേത്രത്തിലേക്ക് പോകും. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക, ഓരോ രാശിക്കാർക്കും ഈ ബുധൻ എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയം. കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, രോഹിണി മകേരി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ ബുധൻ നിൽക്കുന്നത് ഇടവം രാശിയിൽ തന്നെയാണ്. ഇടവൻ രാശിയിൽ ബുധൻ നിൽക്കുന്നത് വളരെ നല്ലതാണ്. ഇടവൻ ലഗ്നത്തിൽ അല്ലെങ്കിൽ ഇടവൻ രാശിയിൽ ബുധൻ വരുമ്പോൾ ആ ബുധൻ നല്ല ഫലത്തെ പ്രദാനം ചെയ്യും. വിദ്വാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിദ്വാൻ, നല്ല വിദ്വാനായി മാറും. ഇവിടെ 2 വിഷയമാണ്. ഒന്ന്, ഇടവൻ രാശിക്കാർക്ക് അവരുടെ വാക്കാണ്. ഇടവൻ രാശിക്കാർക്ക് മിഥുനൻ രാശി അവരുടെ 2ാം ഭാവമാണ്, അവരുടെ വാക്കാണ്. മറ്റൊന്ന്, ഉച്ചസ്ഥമായ ഇടവൻ ബുധൻ്റെ ഉച്ചക്ഷേത്രമായ കന്നിരാശിയുടെ ആധിപത്യവുമുണ്ട്. അത് തൻ്റെ ബുദ്ധിയാണ്. അതിനാൽ പഠനവുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളിലും വളരെയധികം പ്രോഗ്രസീവായൊരവസ്ഥ കൈവരുത്തും. അവിടെ മറ്റൊരു നല്ല ഗുണവുമുണ്ട്. അവിടെ ഒരു പരസ്പര പരിവർത്തന യോഗവും വരുന്നുണ്ട്. ബുധക്ഷേത്രത്തിൽ ശുക്രനും ശുക്രക്ഷേത്രത്തിൽ ബുധനും പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്നു. അതൊരു പരിവർത്തന രാജയോഗമാണ്. അതിനാൽ ഇടവൻ രാശിക്കാർക്ക് ബുധൻ നല്ല നന്മകളെ പ്രദാനം ചെയ്യുന്നതാണ്. പലപ്പോഴും അന്യരുടെ പ്രശ്നത്തിൽ ഇടപെട്ട് അവർക്ക് പരിഹാരം കാണും. തൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ബുദ്ധിമുട്ടുകൾ വരും. അതിനാൽ തൻ്റെ കാര്യം നോക്കി മുന്നോട്ട് നീങ്ങണം. അല്ലെങ്കിൽ അന്യരുടെ കാര്യം മാത്രം നോക്കി തൻ്റെ കാര്യത്തിൽ തനിക്ക് ഒന്നുമില്ലാത്തൊരവസ്ഥ കൈവരാതെ നോക്കണം കേവലം ഈ 15 ദിവസക്കാലം. ഏതായാലും വളരെ നല്ല പഠന വിഷയത്തിലായാലും ആ ബുധൻ സന്താനപതിയാണ്. മക്കളുടെ വിദ്യാഭ്യാസം, അവരുടെ ഹയർ സ്റ്റഡീസ്, ഇതിനൊക്കെ തന്നെ നല്ല സോഴ്സുകൾ ഉണ്ടാവുക, ഉപായങ്ങൾ ഉണ്ടാവുക, കൗശലത്തോടുകൂടി കാര്യങ്ങൾ നീക്കുക. മെഡിക്കൽ സ്റ്റുഡൻസിന് പരീക്ഷ എഴുതി കിട്ടാനൊക്കെ വളരെ നല്ല സമയമാണ്. ഫാർമ സ്റ്റുഡൻസ്, അപ്രകാരം മെഡിക്കൽ പാരാമെഡിക്കലുമായി ബന്ധപ്പെടുന്ന സ്റ്റുഡൻസിനൊക്കെ നല്ലൊരു സമയമാണ്. അറിയുക, കൺസൾട്ടൻസിന് ധാരാളം ശോഭിച്ച് കാശുണ്ടാക്കാം. നന്ദി, നമസ്തേ.